ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തത് ഈ ഒരു ലെവലിൽ കണ്ടിന്യൂസ് ആയിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യണം, എന്നിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളതായിരുന്നു. അതല്ല, ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കോൾ സൈഡിലേക്കുള്ള ട്രേഡുകൾ മാത്രമേ പ്ലാൻ ചെയ്യുന്നുള്ളൂ, താഴേക്കുള്ള ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതും നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത കാര്യമായിരുന്നു. മാർക്കറ്റിൽ നിന്ന് നോക്കുക, രാവിലെ ഓപ്പൺ ചെയ്തു, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് തന്നെ പറയാം. രാവിലെ നിഫ്റ്റി ഒക്കെ നോക്കുന്ന സമയത്ത് 120 പോയിന്റോളം അല്ലെങ്കിൽ 100 പോയിന്റോളം ഡൗൺ സൈഡ് നിൽക്കുകയായിരുന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു, ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് അവിടുന്ന് ഒരു ഷാർപ്പ് സെൽ ഓഫ് വന്നു. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് തുടങ്ങി. ഈ ഒരു കൺസോൾട്ടേഷൻ കിട്ടിയപ്പോൾ നമ്മൾ ഒരു റിവേഴ്സൽ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ നിന്ന്. അപ്പോൾ ആദ്യം നോക്കിയത്, ഈ ഒരു ഏരിയയിൽ ഒരു റിവേഴ്സൽ ട്രേഡ് വരുന്ന സമയത്ത് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ 24,000 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവല് ബ്രേക്ക് ഡൗൺ ചെയ്ത് മാറി താഴെ വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കിയത്. എക്സാക്ട്ലി എന്ത് ചെയ്തു, 24,000 എന്നുള്ള ഒരു റൗണ്ട് ലെവലെത്തി മാർക്കറ്റ് അവിടുന്ന് സപ്പോർട്ട് എടുത്തു. ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഇവിടെ തിരിച്ച് പോയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മേലക്കുള്ള ഒരു ട്രേഡും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ട്രേഡിൽ നമുക്ക് 1:3 മുകളിൽ റിസ്ക് റിവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഇന്ന് നമ്മളെടുത്ത ആകെ ഒരു ട്രേഡ് എന്ന് പറയാവുന്നത്. ഇത് സെൻസെക്സും നിഫ്റ്റിയും ഒരേപോലെ തന്നെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് സെൻസെക്സിൽ ഏകദേശം 300 പോയിന്റ് അല്ലെങ്കിൽ 300-ലധികം പോയിന്റ് പ്രീമിയത്തിൽ പമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതായിരുന്നു ഇന്ന് നമ്മളെടുത്ത ട്രേഡ്. ഇനി നാളെ മാർക്കറ്റിൽ നമ്മൾ ഏത് ട്രേഡ് പ്ലാൻ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഒരു ഡെയിലി ക്യാൻഡിൽ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, എന്താണ്, നിഫ്റ്റിയുടെ കേസിൽ ഒരു ഡെയിലി ക്യാൻഡിൽ ആണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു മാർക്കറ്റ് കഴിഞ്ഞ 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബുള്ളിഷ് മൊമെന്റം തന്നു. അതിനുശേഷം ഒരു ഹാൾട്ട് ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മേലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, 24,226 എന്നുള്ള കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേലേക്ക് പോയാൽ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, 1-2 ദിവസം ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്യാം, എന്നിട്ട് ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത്, നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണോ ഗ്യാപ്പ് ഡൗണിലാണോ ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, സ്ട്രൈറ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് കിട്ടുന്ന സമയത്ത് എൻട്രികൾ പ്ലാൻ ചെയ്യേണ്ട. മാർക്കറ്റ് എന്ത് ചെയ്യും, ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് കാണിച്ച് മാർക്കറ്റ് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് കൂടുതലുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ മുകളിൽ 1, 2, 3, 5 മിനിറ്റിന്റെ ക്യാൻഡിലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണം. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ബ്രേക്ക് ഡൗൺ കാണിക്കാൻ പാടില്ല. അതിനുശേഷം ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മേലക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാം. അതല്ലെങ്കിൽ ഉണ്ടാക്കിയ ലെവല് നമുക്ക് റെസ്പെക്ട് ചെയ്യും എന്നുള്ളതുകൊണ്ട് അതിന്റെ മുകളിൽ മാർക്കറ്റ് പോകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നോക്കേണ്ടത്രേ ഉള്ളൂ. അതിനിടക്ക് നമുക്ക് നാളെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. നാളെ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ മേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലേ. ഇവിടെ ഒരു മേലെ ട്രെൻഡ് ലൈൻ തന്നിട്ടുണ്ട്, താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, 24,000 എന്നുള്ള ലെവല് ഒരു ഈ ഒരു സപ്പോർട്ട് സോണ് നമുക്കറിയാം. ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലെവല് ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യണം, 24,040 അല്ലെങ്കിൽ 50 എന്നുള്ള ലെവലിന്റെ മുകളിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിൽ ക്ലോസ് ചെയ്ത് റീടെസ്റ്റ് എന്ന് തിരിച്ച് കയറി പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ 24,120 ആണ്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 24,120 ആയിരിക്കും. അത് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 24,118 അല്ലെങ്കിൽ 24,200 എന്ന് പറയുന്ന ഈ ഒരു ലെവലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടാർഗറ്റ് വെക്കാൻ പറ്റുണ്ടാവുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെവൽ 24,195 എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരും എന്നുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഇതും പ്ലാൻ ചെയ്യാൻ പറ്റും. ഗ്യാപ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നാളെ കാര്യമായിട്ട് ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. കാരണം എന്താണ്, ഈ ഒരു ലെവൽ എത്തിയാൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇവിടെ തിരിച്ച് മേലേക്കനെ കയറാം. 24,000 എന്നുള്ള ഒരു റൗണ്ട് ലെവൽ ഇവിടെ ഉണ്ടായതുകൊണ്ട് അതിനെ റെസ്പെക്ട് ചെയ്യും എന്നുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്കൊരു റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് കിട്ടൂല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് ക്ലോസിംഗ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ എന്നുള്ളതാണ്.
ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ ഇതിന് കണ്ടിന്യൂഷൻ കിട്ടുമെന്നുള്ള ഒരു കണക്കൂട്ടൽ നമ്മൾ മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ല ഇതൊരു ബിയറിഷ് സെന്റിമെന്റ്സ് ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണോ പ്രൈസ് ആക്ഷൻ ഫോം ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കും ഉണ്ടാവുക നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. ഇതാണ് നിഫ്റ്റിയിൽ നാളെ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാളേക്കുള്ള നിഫ്റ്റിയുടെ നമ്മുടെ അനാലിസിസ് എന്ന് പറയുന്നതാണ്. ഇനി നമുക്ക് നിഫ്റ്റി ബാങ്ക് കൂടെ ഒന്ന് നോക്കാം. നിഫ്റ്റി ബാങ്കിൽ ഇന്ന് താരതമ്യേന ഏറ്റവും കൂടുതലായിട്ട് താഴെ വന്നത് നിഫ്റ്റി ബാങ്ക് ആണ്. 1.2% മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, താഴെ വന്നിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ആയി. അത് ഇന്നത്തെ ഹൈയുടെ മുകളിൽ എന്ത് ചെയ്തില്ല, സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. നമ്മൾ എന്താ പറഞ്ഞത്, ഈ ലെവലിന്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ എൻട്രി ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല, നേരെ താഴെ വന്നു. ഇവിടെ എന്ത് ചെയ്തു, ബോട്ടം ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവൽ തന്നെ എന്ത് ചെയ്തു, 51,100 എന്നുള്ള ലെവലിൽ ഒരു സ്ട്രോങ് ആയിട്ട് നിന്നു. അവിടുന്ന് ഷാർപ്പ് റിക്കവറി. പക്ഷേ ഈ റിക്കവറിക്ക് എന്ത് ചെയ്തില്ല, ഈ ഒരു സിംഗ് ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഈ ഒരു സിംഗ് ഹൈ കൂടെ ബ്രേക്ക് ചെയ്തിട്ട് എന്തുണ്ടായിരുന്നു, നമുക്ക് മാർക്കറ്റ് ഇന്നത്തെ അല്ലെങ്കിൽ ഇന്ന് എവിടെയാണോ ഓപ്പൺ ചെയ്ത് ആ ലെവലിലേക്ക് മാർക്കറ്റ് തിരിച്ചെത്തുമെന്നുള്ള ഒരു കണക്കൂട്ടിലിരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെ എന്ത് ചെയ്തില്ല, അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് അവിടുന്ന് താഴേക്ക് വന്നു എന്നുള്ളതാണ്. ഇനി നാളെ മേലേക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. ആ ട്രെൻഡ് ലൈനിന്റെ മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. നിഫ്റ്റിയാണ് മേലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ മൂവ്മെന്റ് തരിക എന്നുള്ളതുകൊണ്ട് മേലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി 50 ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല തിരിച്ച് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിഫ്റ്റി ബാങ്കിൽ ഫോക്കസ് ചെയ്യുന്നതാവും നല്ലത്. കാരണം നിഫ്റ്റി ബാങ്ക് താരതമ്യേന ഓൾ ടൈം അടുത്താണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ്, ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇപ്പം നിൽക്കുന്ന ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന് താഴേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ലെവൽ വരെ ടാർഗറ്റ് ചെയ്ത് 50,584 വരേക്ക് ടാർഗറ്റ് ചെയ്ത് ട്രേഡ് പ്ലാൻ ചെയ്യാം. അതും ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലല്ലോ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അവിടുന്ന് ബ്രേക്ക് ചെയ്താൽ ഫർദർ ലോസ് ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നാളേക്കുള്ളത് നമ്മുടെ നിഫ്റ്റി ബാങ്കിന്റെ മാർക്കറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രേഡ് ചെയ്യുന്ന നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.